കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം 1986 ഫെബ്രുവരി 8. കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം 1986 ഫെബ്രുവരി 8. കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ചാവറ അച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം 2014 നവംബർ 23. ചാവറ അച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് പോപ്പ് ഫ്രാൻസിസ് ആണ്. സെന്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സെന്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ മരണമടഞ്ഞത് 1871 ജനുവരി 3. കുര്യാക്കോസ് ഏലിയാസ് ചാവറ മരണമടഞ്ഞത് 1871 ജനുവരി 3. കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രധാന കൃതികളാണ് കൂനമ്മാവ് മഠം, നളാഗമം, മരണപർവം, ധ്യാനസല്ലാപങ്ങൾ, സീറോ മലബാർ സഭയുടെ കലണ്ടർ, 40 മണിയുടെ ക്രമം, അനസ്താസിയയുടെ രക്തസാക്ഷിത്വം, കനോന നമസ്കാരം, ആത്മാനുതാപം. അടുത്തതായി പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ ജനനം 1885, മരണം 1938. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് 1885 മെയ് 24 പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് 1885 മെയ് 24. പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗൃഹത്തിൻ്റെ പേര് സാഹിത്യകുടീരം. പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗൃഹത്തിൻ്റെ പേര് സാഹിത്യകുടീരം. പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാല്യകാല നാമമാണ് ശങ്കരൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാല്യകാല നാമം ശങ്കരൻ. കൊച്ചി നാട്ടുരാജ്യത്തു നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയായ ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയായ ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന കൃതികളാണ് ജാതിക്കുമ്മി, പഞ്ചവടി, സ്തോത്രമന്ദാരം, ലങ്കാമർദ്ദനം, ബാലകലേശം, ചിത്രലേഖ, ധ്രുവചരിതം, ആചാരഭൂഷണം, അരേ പ്രശസ്തി, ലളിതോപഹാരം. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം. കവിതിലകൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. കവിതിലകൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പന് കവിതിലക പട്ടം നൽകിയത് കൊച്ചി മഹാരാജാവാണ്. പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. 1913 കായൽ സമ്മേളനം സംഘടിപ്പിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. 1913 കായൽ സമ്മേളനം സംഘടിപ്പിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. ചട്ടമ്പിസ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. ചട്ടമ്പിസ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. പണ്ഡിറ്റ് കറുപ്പൻ മരണമടഞ്ഞത് 1938 മാർച്ച് 23 കല്യാണദായിനി സഭ സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂർ. കല്യാണദായിനി സഭ സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂർ. ജ്ഞാനോദയം സഭ സ്ഥാപിക്കപ്പെട്ടത് ഇടക്കൊച്ചി. സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് തേവര. പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് വടക്കൻ പറവൂർ. അരേ വംശോദ്ധാരണി സഭ സ്ഥാപിക്കപ്പെട്ടത് എങ്ങണ്ടിയൂർ. സന്മാർഗ പ്രദീപ സഭ സ്ഥാപിക്കപ്പെട്ടത് കുമ്പളം. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. അരേ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. 1907 അരേ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചതും പണ്ഡിറ്റ് കറുപ്പനാണ്. അടുത്തത് കുമാരനാശാൻ. കുമാരനാശാൻ ജനിച്ചത് 1873 ഏപ്രിൽ 12 കുമാരനാശാൻ ജനിച്ചത്
1873 ഏപ്രിൽ 12. കുമാരനാശാൻ ജനിച്ച സ്ഥലമാണ് കായിക്കര, തിരുവനന്തപുരം. തിരുവനന്തപുരം കായിക്കരയിലാണ് കുമാരനാശാൻ ജനിച്ചത്. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച കവിയാണ് കുമാരനാശാൻ. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച കവിയാണ് കുമാരനാശാൻ. തിരുവിതാംകൂർ നിയമസഭയിൽ അംഗമായ ആദ്യ കവിയാണ് കുമാരനാശാൻ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. കുമാരനാശാന് മഹാകവി പദവി നൽകിയത് മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ്. കുമാരനാശാന് മഹാകവി പദവി നൽകിയത് മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ്. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. കുമാരനാശാന് മദ്രാസ് സർവകലാശാലയിൽ നിന്നും പട്ടും വളയും സമ്മാനിച്ചത് വെയിൽസ് രാജകുമാരനാണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമായ വീണപൂവ് രചിച്ചത് കുമാരനാശാനാണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമായ വീണപൂവ് രചിച്ചത് കുമാരനാശാനാണ്. AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ ദുഃഖിച്ച് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യമാണ് പ്രരോദനം. AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ ദുഃഖിച്ച് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യമാണ് പ്രരോദനം. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. കുമാരനാശാൻ വീണപൂവ് രചിച്ച സ്ഥലം ജൈനിമേട്, പാലക്കാട്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്നേഹമാണഖിലസാരമൊഴിയിൽ എന്നീ വരികൾ ഉത്ബോധിപ്പിച്ച കവിയാണ് കുമാരനാശാൻ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്നേഹമാണഖിലസാരമൊഴിയിൽ എന്നീ വരികൾ ഉത്ബോധിപ്പിച്ച കവിയാണ് കുമാരനാശാൻ. കുമാരനാശാൻ്റെ വിശേഷണങ്ങൾ. കുമാരനാശാനെ ദിവ്യഗോകുലം എന്ന് വിളിച്ചത് ഡോക്ടർ ലീലാവതിയാണ്. വിപ്ലവത്തിൻ്റെ കവി, നവോത്ഥാനത്തിൻ്റെ കവി എന്നിങ്ങനെ കുമാരനാശാനെ വിളിച്ചത് തായാട്ട് ശങ്കരനാണ്. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ച കൃതിയാണ് മനുഷ്യകഥായുഗായികർ. കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് അഭിസംബോധന ചെയ്തത് ഡോക്ടർ പൽപ്പുവാണ്. കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് അഭിസംബോധന ചെയ്തത് ഡോക്ടർ പൽപ്പുവാണ്. കുമാരനാശാൻ